two chairs. നിങ്ങളൊക്കെ കൺഫ്യൂസ് അവനവന്റെ ചെയർ മാത്രം ഇട്ടു. നിങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടിരിക്കുകയാണ്. Make this. Yeah, one of you can come here. On this chair. Jump here. Move. Move that side. Move. Space, give space. Yeah. Space. ആ സൈഡ് മുതൽ തുടങ്ങണം. Give one country and capital. Give one country and capital. Go. Like this. You will have to repeat. Okay? എല്ലാരും പഠിക്കാൻ പോ. Start. You will have the maximum. USA, Washington DC. Next. ഇവിടെ നിന്ന് തുടങ്ങാം. USA, Washington DC പറ. USA, Washington DC പറ. ഉറക്കെ. USA, Washington DC. നീ USA, Washington DC. കേട്ടോളണം ശരിക്കും. എന്തൊക്കെയും പറയും അങ്ങോട്ട് ഇങ്ങോട്ട് ആലോചിച്ച് അപ്പ പുറത്താക്കും ഞാൻ. ആരെങ്കിലും ഗം ഗം എന്നൊക്കെ അപ്പ പുറത്താക്കി എവിടെയാണ്? ഒട്ടനെ പറയണം. ജയവർദ്ധനപുര കോട്ടയം. രണ്ടാമതും പറയും മൂന്നാമത്. ശ്രീലങ്ക. ഇതും പറഞ്ഞ് മൂന്നാമത് ഒന്നുകൂടി അടി കടിക്കരുത്. USA, Washington DC, ശ്രീലങ്ക, ജയവർദ്ധനപുര കോട്ട, ഇന്ത്യ ഡൽഹി. ഇന്ത്യ ഡൽഹി അല്ല, ഇന്ത്യ ന്യൂഡൽഹി. ഇന്ത്യ ന്യൂഡൽഹി. നേപ്പാൾ കാഠ്മണ്ഡു. ഇയാള് പറഞ്ഞത് ഇതിനെ കണ്ട അറിയാം അമേരിക്ക. അതിനെ കണ്ട ശ്രീലങ്കയെ പോലെ ഉണ്ട്, കണ്ടില്ലേ? USA, വാഷിംഗ്ടൺ DC, ശ്രീലങ്ക, ജയവർദ്ധനപുര കോട്ട, ഇന്ത്യ ന്യൂഡൽഹി. ഒന്ന് ആഡ് ചെയ്താൽ നേപ്പാൾ കാഠ്മണ്ഡു. എന്നെ നോക്കണ്ട, അങ്ങോട്ട് നോക്കിയാൽ USA, Washington DC, ശ്രീലങ്ക ശ്രീ ജയവർദ്ധനപുര കോട്ടൈ, ഇന്ത്യ ന്യൂഡൽഹി, നേപ്പാൾ കാഠ്മണ്ഡു, ന്യൂസിലാൻഡ് വെല്ലിംഗ്ടൺ. USA, Washington DC, ശ്രീലങ്ക, ആണൊക്കെ അപ്പ പുറത്താക്കും. ജയവർദ്ധന കോട്ട, പിന്നെ എന്നുള്ളൊരു വാക്ക് ഇന്ത്യ ന്യൂഡൽഹി, നേപ്പാൾ കാഠ്മണ്ഡു. Out. Get out. One can sit here. ശരിക്കും ശ്രദ്ധിച്ചോ. That's good. Hey, ഇത് ശരിക്കും കേട്ട് പഠിച്ചോളൂ. അവിടെ നിന്ന് എഴുതിയെടുക്കാം. Take the book, start writing. Continue. അതിനാണ് എല്ലാരും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കാരണം ഒരാൾ പോയാൽ ഇങ്ങോട്ട് ചാടാം. അറിയുന്നൊക്കെ ചാടാൻ പറ്റും. USA, Washington DC, ശ്രീലങ്ക ജയവർദ്ധന കോട്ട, ഇന്ത്യ ന്യൂഡൽഹി, നേപ്പാൾ കാഠ്മണ്ഡു, ന്യൂസിലൻഡ് ഉറക്കെ പറയണം. വെല്ലിംഗ്ടൺ, ഉറക്കെ അല്ലെങ്കിൽ പുറത്താക്കും. ചൈന ടിബറ്റ്. ചൈന ടിബറ്റാ. ചൈനയുടെ ക്യാപിറ്റലേ മറ്റവൻ ഇങ്ങനെ അവിടെ ചാടിക്കാൻ നോക്കാണ്. ഈ പങ്കെടു പോകുമ്പോ എന്ത് ചെയ്യും? ഇന്ത്യ ന്യൂഡൽഹി, നേപ്പാൾ കാഠ്മണ്ഡു, ന്യൂസിലൻഡ്, ചൈന ബീജിംഗ്, UAE അബുദാബി. USA, Washington DC, ശ്രീലങ്ക You just little one step back here. You 2 steps back. Yeah. You 3 steps back. 4 steps back. 3 steps back. 2 steps back. നേപ്പാൾ കാഠ്മണ്ഡു, നിങ്ങൾ എന്തൊരു എന്റെ വിരോധികളെ പറയാം. USA, Washington DC, എപ്പോഴും ഇരിക്കുമ്പോഴും ലെഫ്റ്റിലും റൈറ്റിലും ഒരേ ഗ്യാപ്പ് ഉണ്ടാവാം. USA, Washington DC, ശ്രീലങ്ക ശ്രീ ജയവർദ്ധനപുര കോട്ട, ഇന്ത്യ ന്യൂഡൽഹി, നേപ്പാൾ കാഠ്മണ്ഡു, ന്യൂസിലാൻഡ് വെല്ലിംഗ്ടൺ, ചൈന ബീജിംഗ്, UAE അബുദാബി, ജപ്പാൻ ടോക്കിയോ, ഉസ്ബെക്കിസ്ഥാൻ Uzbekistan is a place after USSR.
Correct? Broke into different portions. Kazakhstan, Uzbekistan, Kyrgyzstan, Turkmenistan. Russia. ഇതൊക്കെ അവിടുത്തെ ചെറിയ ചെറിയ മുസ്ലിം നേഷൻസ് ആയിട്ട് മാറിയത്. Otherwise, USSR was one of the strongest. Next. Nepal, Kathmandu, അവിടെയാണോ തുടങ്ങിയത്? USA, Washington DC, Nepal, Kathmandu, Sri Lanka, Sri Jayavardhana Kota, India, New Delhi, UAE, Abu Dhabi, Order ഒക്കെ തെറ്റുന്നു. Get out. You can join here back. പഠിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്യാം. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ജോയിൻ ചെയ്യാം. Provided you finish. Yes, എനിക്ക് അറിയാം എല്ലാവരും നന്ദി ഇവിടെ വന്ന് ജോയിൻ. ആരാ വെച്ചിട്ടുണ്ടാക്കുന്നത്? Yeah, continue. USA, Washington DC, Sri Lanka, Sri Jayavardhana Kota, India, Delhi, Nepal, Kathmandu, New Zealand, Wellington, China, Beijing, UAE, Abu Dhabi, Japan, Tokyo, Give a clue. Country പേര് പറഞ്ഞോ. Uzbekistan, Russia, Moscow. USA, Washington DC, Sri Lanka, Sri Jayavardhana Kota, India, New Delhi, China, Nepal, Kathmandu, New Zealand, Wellington, China, Beijing, UAE, Abu Dhabi, UAE. Abu Dhabi, Japan, Tokyo, Uzbekistan, എന്റെ മോന്ത കണ്ടറിയില്ല ഉസ്ബെക്കിസ്ഥാൻ പോലെ കഷ്ണം കഷ്ണം കഷ്കണ്ട് Tashkent, Russia, Moscow, Iraq, Iraq, ബാഗ്ദാദ് ബാഗ്ദാദ് USA, Washington DC, Sri Lanka, Sri Jayavardhana Kota, India, New Delhi, Nepal, Kathmandu, New Zealand, Wellington, China, Beijing, UAE, Abu Dhabi, Japan, Tokyo, Uzbekistan, Tashkent, Russia, Moscow, Iraq, Baghdad, Bhutan, Thimphu. Thimphu. India, Delhi, Nepal, ഇന്ത്യ ന്യൂഡൽഹി. Nepal, Kathmandu, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡൽഹി ഈസ് എ സ്റ്റേറ്റ്, ന്യൂഡൽഹി ഈസ് എ പ്ലേസ്. അതാണ് വ്യത്യാസം. Nepal, Kathmandu, New Zealand, Wellington, Japan, Tokyo. വേഗം ബുക്ക് എടുത്ത് തുടങ്ങിയോ? ചാൻസ് കിട്ടും. USA, Washington DC, India, Delhi, Sri Lanka, Sri Jayavardhana, ഉറക്കെ അല്ലെങ്കിൽ Sri Lanka, China, India, New Delhi, Nepal, ഉറക്കെ Nepal, Kathmandu,
Good. Back. എവിടെ എന്താ ഉറക്കെ പറയാത്ത പറയേ USA, Washington DC, ശ്രീലങ്ക ശ്രീലങ്കോട്ട ശ്രീ ജയവർദ്ധന ഇന്ത്യ ന്യൂഡൽഹി നേപ്പാൾ കാഠ്മണ്ഡു ന്യൂസിലാൻഡ് വെല്ലിംഗ്ടൺ ചൈന ബീജിംഗ് UAE അബുദാബി ജപ്പാൻ ടോക്കിയോ ഉസ്ബെക്കിസ്ഥാൻ റഷ്യ മോസ്കോ Don't make such sounds. Anybody, ഏത് ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്തും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്ന സ്വഭാവം നിർത്തണം. Right? ഉറക്കം മോളോ. USA, Washington DC, ശ്രീലങ്ക ശ്രീ ജയവർദ്ധനപുരം ഇന്ത്യ ന്യൂഡൽഹി നേപ്പാൾ കാഠ്മണ്ഡു ന്യൂസിലാൻഡ് വെല്ലിംഗ്ടൺ നേപ്പാൾ ചൈന ബീജിംഗ് UAE അബുദാബി ജപ്പാൻ ടോക്കിയോ ഉസ്ബെക്കിസ്ഥാൻ റഷ്യ മോസ്കോ തിമ്പു ഉറക്കെ പറയാൻ പറയും. ഉറക്കെ പറയണം, അല്ലെങ്കിൽ പുറത്താക്കും. ഒമാൻ മസ്കറ്റ് എന്ത്? ഒമാൻ മസ്കറ്റ് ഒന്നുകൂടി പ്രൊനൗൺസ് ചെയ്യും. ഒമാൻ മസ്കറ്റ് ക്യാപിറ്റൽ എനിക്ക് കേൾക്കണം. ഒമാൻ മസ്കറ്റ് എനിക്ക് ഒമാൻ കേൾക്കണ്ട, ക്യാപിറ്റൽ ആക്കണ്ട. മസ്കറ്റ് USA, Washington DC, ശ്രീലങ്ക ശ്രീ ജയവർദ്ധനപുരം കോട്ടയം ഇന്ത്യ ന്യൂഡൽഹി നേപ്പാൾ കാഠ്മണ്ഡു ചൈന ബീജിംഗ് UAE അബുദാബി ജപ്പാൻ ടോക്കിയോ ഉസ്ബെക്കിസ്ഥാൻ താഷ്കണ്ട് റഷ്യ മോസ്കോ ഇറാഖ് ബാഗ്ദാദ് ഭൂട്ടാൻ തിമ്പു ഇറാൻ ബഹ്റൈൻ മലാമ ഒമാൻ മസ്കറ്റ് കാനഡ ഒട്ടാവ USA, Washington DC, Good boy. Keep it there. ശ്രീലങ്ക ശ്രീ ജയവർദ്ധനപുരം ന്യൂസിലാൻഡ് Thank you. ന്യൂഡൽഹി നേപ്പാൾ കാഠ്മണ്ഡു ന്യൂസിലാൻഡ് വെല്ലിംഗ്ടൺ ചൈന ബീജിംഗ് UAE അബുദാബി ജപ്പാൻ ടോക്കിയോ ഉസ്ബെക്കിസ്ഥാൻ താഷ്കണ്ട് റഷ്യ മോസ്കോ ഇറാഖ് ബാഗ്ദാദ്
USA Washington DC, Sri Lanka Sri Janata Kota, India New Delhi, Nepal Kathmandu, Nepal Kathmandu, New Zealand Wellington, China Beijing, UAE Abu Dhabi, Japan Tokyo, Russia Moscow, Iraq Baghdad, Bhutan, Thimphu, Iran, Tehran, Berlin, Manama, Berlin, Panama, Muscat, Canada, Ottawa, South Africa, Pretoria, Italy, USA Wellington DC, Washington DC, Washington DC, Sri Lanka Sri Jayawardhanapuram, India New Delhi, Nepal Kathmandu, New Zealand Wellington, China Beijing, UAE Abu Dhabi, Japan Tokyo, Uzbekistan Tashkent, Russia Moscow, Iraq Baghdad, Bhutan, Thimphu, Iran, Tehran, Manama, Madrid, Manama, Oman, Muscat, Canada, Ottawa, South Africa, Pretoria, Delhi, Rome, Australia, Canberra. ഉറക്കെ പറഞ്ഞ് വീട്ടിൽ പഞ്ചറൊക്കെ India New Delhi, നാവ് പിഴുതെടുക്കും. പൊങ്ങട്ടെ സൗണ്ട്. China Beijing, Japan Tokyo, ഓക്കെ അടുത്താണ്. പറയോ പറയില്ലോ പറയേ ട്രൈ ഒരു കാര്യം ചെയ്യ്. ഗംഗ വാഷിംഗ്ടൺ DC, പിന്നെ ഗൗരി ജയവർദ്ധനപുരം. ഒരാളുടെ പേര് പറഞ്ഞ് അവര് പറഞ്ഞ എന്തെങ്കിലും ക്യാപിറ്റലോ കൺട്രിയോ എന്തെങ്കിലും പറഞ്ഞു പറ. കോട്ട അത് കോട്ട പറയും പറയുമോ? എന്താ അവളുടെ പേര് പറ. ഗംഗ വാഷിംഗ്ടൺ DC, പിന്നെ ഗൗരി ജയവർദ്ധനപുരം. ഗൗരി ജയവർദ്ധൻ. ന്യൂഡൽഹി പവിത്ര ചേച്ചി. പിന്നെ ഇയാൾ അതെങ്കിലും പിന്നെ പറയണം. രണ്ടു പറയുന്നത് ഇടിക്കുക.
ബഡ്ഡു എന്ന് പറഞ്ഞാലും മതി. ഫുള്ള് പറയണമെന്നില്ല. ഓക്കെ, ഏതെങ്കിലും ഹാഫ് ബഡ്ഡിന്റെ ബഡ്ഡു. ഓക്കെ, വിഷ്ണു വില്ലിംഗ്ടൺ വിഷ്ണു വില്ലിംഗ്. ബീച്ചി. ഇതോ പേപ്പർ. അബുദാബി അബു എന്ന് പറഞ്ഞാൽ മതി. കന്ത് കന്ത്. പിന്നെ മോസ്ക്. മറ്റാണ് മോസ്കിറ്റോ. പിന്നെ എന്ത് പറ, എന്ത് രാജ്യം? എത്ര കറക്റ്റായിട്ടാ പറഞ്ഞതൊക്കെ. പകുതി പറഞ്ഞാൽ ബെസ്റ്റ്. എന്താ പറയാ, നോക്ക ബോത്ത് നോക്ക. നെക്സ്റ്റ് അറിയില്ല. നെക്സ്റ്റ് ഇത് ആരെങ്കിലും അറിയോ? അല്ല, എന്തെങ്കിലും രാജ്യം പറഞ്ഞു കുട്ടി പറഞ്ഞ ഒരു കാര്യം. നീ ഓരോരാൾക്ക് ഓരോ നിക്ക് നെയിം പറയാം. പടപടാന്ന് പറയാം. അടുത്തേക്ക് ഇയാൾക്കൊരു നിക്ക് നെയിം ഇഷ്ടമുള്ളവർ. ഒറിജിനൽ പറയണ്ട. നീ മൂത്ത് നോക്കുമ്പോ എനിക്ക് എന്താ തോന്നുന്നത്? വേഗം. പിന്നെ എന്താ നിക്കില്ല? എന്താ മറ്റേ എന്താണ് പറ. എന്താ പറ്റ? ഈ ചേച്ചിക്ക് എന്താ പേര്? ഈ ചേച്ചിക്ക് ഒരു നിക്ക് നെയിം പറ. എന്താ പറ? പേര് പറ. ഈ പ്രിയമ്മക്ക് ഒരു നിക്ക് നെയിം പറ. വേറൊരു പേര് എന്റെ ഒരു കാര്യം. എനിക്കെന്താ വിളിക്കുക? ഇനിയൊരു കാര്യം, നിങ്ങളുടെ പേര് പറയും. പക്ഷേ ശരിക്കുള്ള പേര് കൈ കടി. Ganga knows and Gauri also knows. You will have to tell your name in the reverse order. Yeah, what's your name? അവളുടെ പേര് മാത്രമേ ഉള്ളൂ. തിരിച്ചു വായിച്ചാലും ഗംഗ എന്ന് വായിക്കും. മലയാളത്തിലാണ് വേണ്ടത്. Yours. Rigo. Yours. Find out your name fast. Who is ready? I'm ready. Wait. Everybody else, please.
Radia. Teraj. Teraj. Aira. Nushpi. Eh? Nushpi. Buboy. Eh? Vyadi. Nilvivi. Nivashi. Kamina. നിക്കനെ കുടിക്കാനുള്ള എളുപ്പ മാർഗമായിരുന്നു കമീന. ചേച്ചി എന്നുള്ളത് തിരിച്ചുപോയി. ചേച്ചി എന്നുള്ളത് തിരിച്ചു വയ്ക്കുമ്പോഴേ എങ്ങനെ വായിക്കാം? ചീച്ചൻ. നാഗവല്ലി ആ ഡയലോഗ് ഒന്ന് പറയാം. നാഗവല്ലിയുടെ ഡയലോഗ് ഒന്ന് പറയാം. നാഗവല്ലിയുടെ ഡയലോഗ് ഇപ്പോൾ അവിടെ പറയും. വീഡിയോ വീഡിയോ സ്റ്റേജ് ഗോൾ കംസ് ഔട്ട്. അവസാനിക്കുന്ന കടി കിട്ടും. 5 4 അത് ആ കസേര Then, who wants to? Yeah, what I want is, she will suggest somebody name. You will have to. Maybe you can come. You can call. Either a Malayalam actor or Hindi actor or maybe some personality or famous personality. You will have to do it. Okay? Don't talk. First come.
the road and the. Yeah. Then the second row, fifth one from this side. Then the filling. Why is it not filling? Come and fill. There is no gap. That's the basic contract which we have. No gaps. Okay, then I will Fill, start fill. again. Fill, fast. Fill. Move. Move this side. നെറ്റിന്റെ വേലി ചാടുന്ന Yeah. Oh, good. 24. Yes. Some number. Then second row, second person. Actor Mohanlal in You should not tell. You should tell her only. They have to guess. Tell some other. Yeah, do it. Not that. Lilia, ശരിയായി. Enough. Next. Arya. The last one. The last one. 24 wale. Enakku number wala. Last one. Yeah. You can tell us what you want to add. Our identify you can tell us what you want to add. എല്ലാവരും ഐഡന്റിഫൈ ചെയ്ത് വെച്ചോളൂ. എന്തെങ്കിലും ഒന്ന് ആക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ളത്. All of you will get one chance. Da. Very good, very good. ഒരു പാട്ടുണ്ടല്ലോ അയാള്. ഈ
പാട്ട് അതൊന്ന് പറയാം, അതൊന്ന് പാടിയ ഇവിടെ പാടും. ദൂരെ കിഴക്കുതിക്കിൽ മാണിക്കച്ചമ്പെടുക്കാൻ ഞാനെടുത്തു വെച്ച് താമ്പലത്തിൽ എന്താന്ന് പറയുന്നത് ഇതെല്ലാം നീന്തം കണ്ട ആ പറഞ്ഞ നമുക്ക് വിശ്വസിക്കാം. ഡയലോഗ് കൊടുക്കാം. Next, Ganga, come. ആ ഡയലോഗിൽ ഇതെല്ലാം ആക്ഷൻ ഡയലോഗ് ബന്ധിലുണ്ട്. ഇത് ഡാൻസിന് മുമ്പുള്ള എന്തോ കാസറ്റ് മാറിപ്പോയി. അതിന് ഡയലോഗ് ആ പാട്ട് action with action. Good.
വലിയ നെക്സ്റ്റ് എവിടെ നെക്സ്റ്റ് Yes, 16. Who is 16 from here? അവളിങ്ങനെ എന്താ വിളിക്കാത്ത വ്യാധി വാ അത് പറഞ്ഞാ നിങ്ങളൊന്നും പിച്ചക്കാരൻ തന്നെ ഒന്നും കിട്ടിയില്ലേ നെടുമുടി വേണം കാര്യം ഉമ്മൻചാണ്ടിയുടെ അരവിന്ദ വിദ്യാമന്ദിരത്തിലാണ് പഠിക്കുന്നത് ആണോ? അരവിന്ദ വിദ്യാമന്ദിരത്തിൽ ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങളെ കാണാൻ വന്നതിന് വളരെ സന്തോഷം. ഉമ്മൻചാണ്ടി പറയും. വേഗം വേഗം നീ എവിടെ ഇരുന്നോ? അടുത്ത ആളും ചെയ്യുന്നു. ഞാൻ എന്താ വേറെ ആ വേഗം സമയം കളയാതെ 24 വരെ. 20 എവിടെ? ഈ സ്പാനിഷ് മസാലയുടെ സീൻ ഉണ്ടല്ലോ, സ്പാനിഷ് മസാല ഈ സ്പാനിഷുകാരായിട്ട് അടി ഉണ്ടാവും. അപ്പൊ കഥയെല്ലാം പറഞ്ഞിട്ട് അഭിനയിച്ചു കാര്യമില്ല. യു ജസ്റ്റ് ആക്ട്. No, no. Don't tell the plot. You just act. People will know what is it. Good. എല്ലാന്ന് പറയുന്നത് ശരിക്കും പറയണ്ടേ? ഇതിലേക്ക് വാ വേഗം. Come fast. അടുത്ത ആൾ അവിടെ ഉമ്മൻചാണ്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുക. വേഗം സമയമായ പറഞ്ഞോളൂ. സോറി, അത് ഞാൻ പറയൂല പട്ടി. സോറി, അതിന് ചത്തോര അപ്പാപ്പയോട് പട്ടി. ആരടുത്ത് പറഞ്ഞത്? ഏത് മക്കാനോ? നെക്സ്റ്റ് ചാണ്ടി വേഗം. What you should do is try better. വേഗം.
അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിനെ കാണാം. ഞാനാണ് ഉമ്മൻചാണ്ടി, അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിനെ കാണാം. ആ അവിടെ കുറച്ചും കൂടി സെന്ററിൽ പോയി. അല്ല, അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയെ കാണും. അവിടെ പോയി ഡയലോഗ്. അപ്പൊ ആൾക്ക് പറയാണ്ടിരിക്കാൻ പറ്റും. നീ അവിടെ നിൽക്ക്. ഇതാണ് ഉമ്മൻചാണ്ടി, ഇത് അച്യുതാനന്ദൻ. മാറി ആ ഫോട്ടോ മാറ്റി. വേഗം വേഗം അപ്പൊ പറയും, ചോദിക്കും. ഇതാണ് ഇപ്പൊ. വേഗം സ്റ്റാർട്ട്. കാണിക്കുന്നത് നീതിയാണ്. പറയൂ ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി ഇങ്ങനെ പറയാം. എന്തോ ഒന്ന് സബ്ജക്ട് മാറ്റി സാറേ ഉമ്മൻചാണ്ടി എപ്പോഴാ പറഞ്ഞത്? സൂപ്പർ ഉമ്മൻചാണ്ടി. ഉമ്മൻചാടി ഉമ്മചാടി. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാണിച്ചു. Now you start. എന്തെങ്കിലും പറ. Do anything. You come here. Good. Next one. Yeah. Good. നാഗവല്ലി വേണ്ട. എനിക്ക് പറ്റുന്നു ഞാൻ പറഞ്ഞു. നമ്മള് പറ്റിക്കൂ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവിടുത്തെ ക്ലാസ് തരാം. ടി പി സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക്സ്. അത് മാത്രമായിട്ട് കാര്യമില്ല. പറയണം. കുറച്ച് സമയം പറയണം. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനാണ് മിസ്റ്റർ സുബോ. ഇവിടെ കേരളത്തിൽ ബ്രില്യന്റ് ട്യൂട്ടോറിയൽസിന്റെ MD ആണ്. എന്ത് സത്യല്ലേ? നിങ്ങൾ കൃത്യം ഒരു വർഷത്തിന് മുമ്പ് ഞാനും ഡോക്ടർ TPSഉം 3 മണിക്കൂർ നേരം യാത്ര ചെയ്തപ്പോൾ തമ്മിൽ പരിചയപ്പെട്ട ഒരു ഈ ഡെസ്റ്റിനേഷൻ പ്രോഗ്രാം കേരളത്തിലെ പല ഭാഗത്തായി സെന്റേഴ്സ് വെച്ച്
നടത്തുകയുണ്ടായി. ഏറ്റവും ആദ്യം നടത്തിയത് ആലപ്പുഴയിലാണ്. പിന്നെ അവിടുന്ന് പല സെൻറ്റേഴ്സിലേക്ക്, ഒന്ന് കണ്ണൂരിലുണ്ട്, കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ അവിടെയുണ്ട്. പിന്നെ സാറിന്റെ മോൾക്കുണ്ടായ എന്തോ ഒരു ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ച് പറയാനുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു IAS ആസ്പിറൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ട് വരുന്നത്. അതിനായുള്ള രണ്ടാമത്തെ ക്യാമ്പാണ് ഇത്. ഒന്ന് കൊടുങ്ങല്ലൂരിലെ ആശ്രമത്തിലായിരുന്നു. അവിടെ കുറെ പേര് അറ്റൻഡ് ചെയ്തു. ആ ക്യാമ്പ് വളരെ സക്സസ്ഫുൾ ആവുകയും ചെയ്യുകയുണ്ടായി. ഈ ക്യാമ്പും അതുപോലെ സക്സസ്ഫുൾ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. എപ്പോഴും ഓഡിയൻസിനെ നോക്കത്തില്ല. നമസ്കാരം. ഇന്ന് നമ്മളെല്ലാം ചേർന്നുകൂടിയിരിക്കുന്നത് ഇവിടുത്തെ IAS ഡെസ്റ്റിനേഷൻ എന്ന ക്യാമ്പിന് വേണ്ടിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുൽത്താൻ ബത്തേരി തൊട്ട് കൊച്ചി വരെ ഞാൻ യാത്ര ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ TP ശശികുമാർ സാറിനെ പരിചയപ്പെടാനിടയുണ്ടായി. 3 മണിക്കൂറിലെ സംഭാഷണത്തിന് ശേഷം ഞങ്ങൾ ഓരോ വർഷവും 4 ക്യാമ്പ് എന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ കൂടുതലും സാറിനടുത്ത് വന്ന കുട്ടികൾ 10th കഴിഞ്ഞിട്ട് ഏത് സ്കൂളിലോട്ട് പോകണമെന്നായിരുന്നു. അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാർ പറഞ്ഞത്, നമുക്കൊരു കുട്ടിയുടെ സ്റ്റഡിങ് ഹാബിറ്റും ലൈഫ് സ്റ്റൈൽ ഹാബിറ്റും ഒരുമിച്ച് മാറ്റാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ നടക്കൂ. അതുകൊണ്ട് സാർ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റെങ്കിലും നമുക്ക് അവരുടെ രീതിയിൽ കൊണ്ടുവരണമെന്ന്. അങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് എനിക്ക് ഈ സ്കൂളിൽ നിന്ന് ഒരു കോള് വരുന്നത്. ഇങ്ങോട്ട് വന്നു ഒരു നല്ല സദ്യ ഉണ്ടപ്പോൾ സാറിനെ വിളിച്ച് പറഞ്ഞു, ഞാനൊരു 1-ാം തരം സദ്യ ഉണ്ടിട്ടുണ്ട്. സാർ എന്നോട് ചോദിച്ചു ഞാൻ ഉടുപ്പിയിലോ അല്ലെങ്കിൽ കമ്മത്തിലോ വല്ല ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഒരു സ്കൂളിൽ നിന്നാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ സാറിനെ ഇൻഫോം ചെയ്തു. അതറിഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ ഈ സ്കൂളിലും ഈ ഫെസിലിറ്റി കൊണ്ടുവരാൻ തീരുമാനിച്ചത്. കുട്ടികളുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഉള്ള പെരുമാറ്റ വ്യത്യാസങ്ങളൊക്കെ മാറ്റിയെടുക്കാനും അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അവരുടെ ഹാബിറ്റ്സ്, അവർ പെരുമാറുന്ന രീതി അതൊക്കെ മാറ്റിയെടുക്കാനുമാണ് ഈ ക്യാമ്പ്. വെറും ഒരു കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ IAS ഡെസ്റ്റിനേഷൻ ക്യാമ്പ് അല്ല. താങ്ക് യു. പിന്നെ ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമില് കുറെ പേര് സ്റ്റേജിലുണ്ട്, വരാത്തവരൊന്നും. ഇതിലാരാണ് ആദ്യം റെഡി ആയിട്ടുള്ളത്? കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് പണിഷ്മെന്റിന്റെ ക്വാണ്ടിറ്റി കൂടും. ഇപ്പൊ റെഡിയാണ്, വേഗം പറഞ്ഞു. കുറച്ച് കഴിയുമ്പോ പിന്നെ പണിഷ്മെന്റ് കൂടും. ഒരു 2 ചാൻസ് കൂടി തരും. കേരളത്തിലെ
പറയും, എന്തെങ്കിലും ഒരു ഡയലോഗ് പറയും. കേരളത്തിൽ ആരായി? അത് പറയും. ആരാണ് അച്യുതാനന്ദൻ കേരളത്തിന്റെ? മുഖ്യമന്ത്രിയാണോ? പ്രധാനമന്ത്രിയാണോ? അംഗമാലിയാണോ? അത് പറയേ. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ ഞാൻ എന്ന് പറഞ്ഞാൽ മതി. അവിടെ സംതിങ്. നീ ഒന്നും പറയാണ്ടിരിക്കുന്നതിനേക്കാളല്ലോ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ ഞാൻ അച്യുതാനന്ദൻ ചാവാൻ തീരുമാനിച്ചു. തുങ്ങി ചാവാൻ തീരുമാനിച്ചു ആണോ? അതുകൊണ്ട് എല്ലാവരും സ്റ്റേജ് ഫിയർ ഒക്കെ മാറും. എന്റെ സാറേ ചുറ്റുകളൊന്നും കാണാൻ പറ്റില്ല. ഫോണിന്ന് പറഞ്ഞു. I don't know who you are, where you are. You killed my 12 men, including my brother. I'm gonna get you. And a very single second, I'll kill you. I'm waiting. Good. ഇന്ത്യ മുഖത്ത് കുട്ടിച്ചായിട്ടുണ്ടായിരുന്നെങ്കിൽ Good. ഒന്നുകൂടി ശരിക്കും ഒന്ന് കാണിക്കാം. ഭദ്രകാളി ഷാറുഖ് ഖാൻ നീന ശകുന്തള. ഒരു തെലുങ്ക് ഒരു കന്നഡ മൂവി ഉണ്ട്. ശകുന്തളയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ അഡ്മിഷൻ വരുന്നത്. ഒരു പെണ്ണ് വന്ന് ചോദിച്ചിങ്ങനെ, ഞാൻ കയറിക്കോട്ടെ. അപ്പൊ ഈ മാഷ് ചോദിക്കാണോ, നീയാണോ ശകുന്തള? ശകുന്തളയുടെ കാര്യം ശകുന്തള കടന്നു വന്നു എന്നങ്ങാണ്ടാണ് വായിക്കുന്നത്. ഉടനെ നോക്കുമ്പോണ്ടില്ലായിരുന്നു. അപ്പൊ എല്ലാരും ചോദിക്കും, നീയാണോ ശകുന്തള? ഉണ്ടോ? ദേഷ്യം വിളിക്കുമ്പോ എപ്പോഴും ബൈബിൾ വായിക്കുമ്പോ മമ്മൂട്ടിന്റെ ഇമാനുവല്ല. ബൈബിൾ വായിക്കുമ്പോ ഇമാനുവൽ എന്ന് പറയുമ്പോ അപ്പാട് മമ്മൂട്ടി എപ്പോഴും ആ കന്നഡ ആ പാട്ട് ഫുൾ ഏനാಗಿ ಬೇಕಿತ್ತು. എന്താ വേണ്ടത്? നയാ ಹುಡುಗಿ എന്താ ಬಿಡ್ತೀನಿ, നിന്റെ പുതിയ പെണ്ണായതുകൊണ്ട് വെറുതെ വിടുകയാണ്. അവസാനം എന്തൊരു തമാശ. മലയാളം എടുത്തിട്ടുള്ളത് എന്നിട്ട് അഭിനയിക്കണത് മലയാളം. ബാലേന്ദ്രനെ കൊണ്ട് സ്വപ്ന സ്വപ്ന പ്രേമിനായിട്ടു രാമചന്ദ്ര എന്ന് പറഞ്ഞ ഒരാളാണ്. ഈസ് ദ ഡയറക്ടർ, ആക്ടർ, പ്രൊഡ്യൂസർ, എവരിതിങ്. ലൈക്ക് ബാലചന്ദ്ര മേനോൻ does in Malayalam. There is a Ramachandra who does it. Yeah, next. Yeah. കാണിച്ചു പറഞ്ഞു കഴിഞ്ഞില്ല.
അപ്പച്ചട്ടിയിൽ അരി വറക്കല്ലേ, അതുകൊണ്ട് പോവാൻ പോനെ ദിനേശ. Let me tell you, your performance was outstanding. I loved it so much, but your feet were not pointed. Next, Narani Baki. Stop it. Again, use the mic and don't make sound. അത് കഴിഞ്ഞിട്ട് പറയാം. മോനെ നിന്റെ പേരെന്താ പറഞ്ഞേ? ആ യാഡ്ലി. നമുക്ക് ഇഷ്ടം ഒരാളെ കണ്ട് അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന ഫീലിംഗ്, പക്ഷെ നിന്നെ കണ്ടോ പിന്നെ നെക്സ്റ്റ് റെഡി ചലോ അവിടെ കുറച്ചുകൂടെ മറ്റവന്താ വിളിച്ചത് ഇനി ആരാ ബാക്കി ആരാ come on to stage എന്താ ചെയ്യാൻ
ഏതെങ്കിലും നഴ്സറി റൈമോ പഠിച്ചിട്ടുള്ള പാട്ടുകളോ നമുക്കൊന്ന് കേൾക്കാം. നഴ്സറി റൈം അല്ലേ? വേഗം വേഗം മൈക്ക് വേണമെന്നില്ല. അവിടെ ഇരുന്നോ. Sit. Three of you sit there. ഏതാ രജിസ്ട്രേഷൻ ആരംഭിക്കും. السلام عليكم. ملاحظة الرجال على النساء في كيرلا. الشاعر محي الدين باهر الباهر. بهور الشعر باخرها جميل مفاءلة مفاءلة فول على قد آد جور ببلادي كدهر الجاهلية بالفساد طوال الليل ترتيب النساء بطيان الرجال هم يجولون الشوارع كالنسور بلا خجل تنادوا بالمرود فما أسفا بآباء كرام تولار البنت في جوف البلاد على والله كوب بباه لتسلمة النساء من شداد على قد آد جور في البلاد كدهر الجاهلية بالفساد على قد آد جور في البلاد كدهر الجاهلية بالفساد. شكرا. السلام عليكم. എല്ലാരെയും പഠിപ്പിക്കണം. Molo, you know UAE national song? Yeah. Yeah, that's coming. That also will 2 lines. Let us learn, right? Yes? That teach. You be the center. The using first. ഇപ്പൊ മോള് ചൊല്ലിയത് 2 ലൈൻ എല്ലാരും ഞങ്ങൾ എല്ലാരും സ്റ്റാർട്ട് എല്ലാരും റിപ്പീറ്റ് ചെയ്യും. السلام عليكم. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എങ്ങനെയാണ് പറയേണ്ടത്? നമ്മൾ എന്ത് പറയണം? Let her. You sit there. You are also a student. Hey, what are you doing? She is the only teacher. السلام عليكم. عليكم السلام. അപ്പോൾ നമ്മൾ എന്ത് പറയണം? عليكم السلام. അലൈക്കും അസ്സലാം. അസ്സലാം എന്നോ ഇസ്ലാം? السلام. അസ്സലാം. അലൈക്കും ഒന്നുകൂടി പറ. السلام عليكم. അലൈക്കും അസ്സലാം. ملاحظة الرجال على النساء في كيرلا. الشاعر محي الدين باهر الباهر. പാട്ട് വേണ്ട ഇതൊന്നും പറയാൻ പോണോ? അതൊന്നും പറ്റില്ല. നീ എന്റെ ഫസ്റ്റ് ലൈൻ പാട്ട്. ആ പാട്. നമ്മള് ഒത്തുപാടും. ആദ്യത്തെ ഒരു ലൈൻ മ്യൂസിക്കൽ. അവിടെ നിർത്തണം. അപ്പോഴേ ബാക്കിയുള്ളവർക്ക് ചൊല്ലാൻ പറ്റും.
റിപ്പീറ്റ് ചെയ്തിട്ട് പക്ഷെ അങ്ങനെ പഠിപ്പിക്കും. വേർഡ് ബൈ വേർഡ് പറഞ്ഞു എഴുതിയെടുക്കുന്നതൊക്കെ രണ്ട് ലൈൻ മതി പക്ഷെ അത് എഴുതിയെടുക്കാൻ പഠിപ്പിക്കണം. See, this is not for learning that alone. I want her to learn the style of teaching. മനസ്സിലായോ? മോള് നല്ല ടീച്ചറാണ്. വേണോ വേണ്ടയോ? എങ്ങനെ പഠിപ്പിച്ചാലാണ് പഠിക്കാതെ അതെല്ലാവരും പഠിക്കണം. സ്റ്റാർട്ട്. വേർഡ് ബൈ വേർഡ് പറഞ്ഞു. ആ പറയുന്നത് കേട്ട് അറിയണം മോള് നല്ല ടീച്ചറാണ്. പേന എന്റെ ബാഗിൽ ഇഷ്ടപ്പെടും 10 പേര്. ഇത് മാത്രം പാട്ട് മാത്രം പാട്ട് മാത്രം പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്താൻ പറ്റില്ല. അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതരുത്, മലയാളത്തിലോ ഹിന്ദിയിലോ എഴുതാം. ഋഷേരി നെക്സ്റ്റ് ശരിക്കും ശ്രദ്ധിക്കുക, വർത്താനം പറയാതെ. ബൈ ചാൻസ് മിസ് ചെയ്താലും എഴുതിയെടുക്കാനുള്ള മാർക്ക് അറിയണം. ബൈ ചാൻസ് മിസ് ചെയ്താലും വേറെ ആരോടും സംസാരിക്കാണ്ടിരിക്കുക. കാരണം സംസാരിക്കുന്ന സമയത്ത് അടുത്തത് മിസ് ചെയ്യുന്നു, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഒരു പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഷീ ഈസ് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. അപ്പൊ പറ്റുന്നത്രയും എഴുതിയെടുക്കുക. ഡോണ്ട് ടോക്ക് ടു എനിവൺ ഇൻ ബിറ്റ്വീൻ. ഡിസിപ്ലിൻ ശരിക്കും ആവശ്യമാണ്. ഡിസിപ്ലിൻ ഇല്ലാത്ത 1-2 പേരെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം കണ്ട ഹോൾഡ് ബാക്ക് സ്ട്രൈറ്റ്, സിറ്റ് സ്ട്രൈറ്റ്. ഡിസിപ്ലിൻ ആണ് ഏറ്റവും അത്യാവശ്യം. എന്ത് തമാശ ചെയ്യുമ്പോഴായാലും എന്ത് സീരിയസ് കാര്യം ചെയ്യുമ്പോഴായാലും നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എങ്ങനെ ഡിസിപ്ലിനോട് ഇരിക്കണം. Come on. Go on top. More. Yeah. بهور الشعر وافرها جميل. അത് ആ കസേര എടുത്ത് പൊക്കിയാന്ന് പറഞ്ഞു. ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞു അടുത്ത അത് പോരാ, കുറച്ചുകൂടി പറയണം.
അത് മാത്രം ഏയ് ഗോ. അത് മാത്രമായിട്ട് കാര്യമില്ല, ബാക്കിയുള്ള പറയണം. പറയ്. No, I will give you chance. Let her do. കുറച്ച് സമയം പറയണം. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനാണ് മിസ്റ്റർ സുബോ. ഇവിടെ കേരളത്തിൽ ബ്രില്യൻറ്റ് ട്യൂട്ടോറിയൽസിന്റെ MD ആണ്. എന്ത് സത്യല്ലേ? Be serious. Don't make noise. Yeah. ഞങ്ങൾ കൃത്യം 1 വർഷത്തിന് മുമ്പ് ഞാനും ഡോക്ടർ TPSഉം 3 മണിക്കൂർ നേരം യാത്ര ചെയ്തപ്പോൾ തമ്മിൽ പരിചയപ്പെട്ട് ഒരു ഈ ഡെസ്റ്റിനേഷൻ പ്രോഗ്രാം കേരളത്തിൻ്റെ പല ഭാഗത്തായി സെൻറ്റേഴ്സ് വെച്ച് നടത്തുകയുണ്ടായി. ഏറ്റവും ആദ്യം നടത്തിയത് ആലപ്പുഴയിലാണ്. പിന്നെ അവിടുന്ന് പല സെൻറ്റേഴ്സിലേക്ക്, ഒന്ന് കണ്ണൂരിലുണ്ട്, കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ അവിടെയുണ്ട്. പിന്നെ സാറിന്റെ മോൾക്കുണ്ടായ എന്തോ ഒരു ഇമ്പ്രൂവ്മെന്റിനെ കുറിച്ച് പറയാനുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു IAS ആസ്പിറൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ട് വരുന്നത്. അതിനായുള്ള രണ്ടാമത്തെ ക്യാമ്പാണ് ഇത്. ഒന്ന് കൊടുങ്ങല്ലൂരിലെ ഒരു ആശ്രമത്തിലായിരുന്നു. അവിടെ കുറെ പേര് അറ്റൻഡ് ചെയ്തു. ആ ക്യാമ്പ് വളരെ സക്സസ്ഫുൾ ആകുകയും ചെയ്യുകയുണ്ടായി. ഈ ക്യാമ്പും അതുപോലെ സക്സസ്ഫുൾ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു. നമസ്കാരം. ഇന്ന് നമ്മളെല്ലാം ചേർന്ന് കൂടിയിരിക്കുന്നത് ഇവിടുത്തെ IAS ഡെസ്റ്റിനേഷൻ എന്ന ക്യാമ്പിന് വേണ്ടിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുൽത്താൻ ബത്തേരി തൊട്ട് കൊച്ചി വരെ ഞാൻ യാത്ര ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ TP ശശികുമാർ സാറിനെ പരിചയപ്പെടാനിടയുണ്ടായി. 3 മണിക്കൂറിലെ സംഭാഷണത്തിന് ശേഷം ഞങ്ങൾ ഓരോ വർഷവും 4 ക്യാമ്പ് എന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ കൂടുതലും സാറിനടുത്ത് വന്ന കുട്ടികൾ 10th കഴിഞ്ഞിട്ട് ഏത് സ്കൂളിലോട്ട് പോകണമെന്നായിരുന്നു. അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാർ പറഞ്ഞത്, നമുക്കൊരു കുട്ടിയുടെ സ്റ്റഡിയിങ് ഹാബിറ്റും ലൈഫ് സ്റ്റൈൽ ഹാബിറ്റും ഒരുമിച്ച് മാറ്റാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ നടക്കൂ. അതുകൊണ്ട് സാർ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റെങ്കിലും നമുക്ക് അവരുടെ രീതിയിൽ കൊണ്ടുവരണമെന്ന്. അങ്ങനെ തപ്പി നടക്കുമ്പോഴാണ് എനിക്ക് ഈ സ്കൂളിൽ നിന്നൊരു കോള് വരുന്നത്. ഇങ്ങോട്ട് വന്നു, ഒരു നല്ല സദ്യ ഉണ്ടപ്പോൾ സാറിനെ വിളിച്ച് പറഞ്ഞു, ഞാനൊരു 1-ാം തരം സദ്യ ഉണ്ടിട്ടുണ്ട്. സാർ എന്നോട് ചോദിച്ചു ഞാൻ ഉടുപ്പിയിലോ അല്ലെങ്കിൽ കമ്മത്തിലോ വല്ല ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഒരു സ്കൂളിൽ നിന്നാണ് ഇത് കഴിക്കുന്നത്. ഇപ്പോൾ സാറിനെ ഇൻഫോം ചെയ്തു. അതറിഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ ഈ സ്കൂളിലും ഈ ഫെസിലിറ്റി കൊണ്ടുവരാൻ തീരുമാനിച്ചത്. കുട്ടികളുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഉള്ള പെരുമാറ്റ വ്യത്യാസങ്ങളൊക്കെ മാറ്റിയെടുക്കാനും അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അവരുടെ ഹാബിറ്റ്സ്, അവർ പെരുമാറുന്ന രീതി അതൊക്കെ മാറ്റിയെടുക്കാനുമാണ് ഈ ക്യാമ്പ്. വെറും ഒരു കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ IAS ഡെസ്റ്റിനേഷൻ ക്യാമ്പ് അല്ല. താങ്ക് യു. ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഐ എം ജാനറ്റ്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഇത് ഹോസ്റ്റലിൽ പോയി കുറേ ഇതറിയാം. പഠിച്ചത് എവിടെയാ താൻ? ഞാൻ സെന്റ്
മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ. അതിന് മുമ്പ് പഠിച്ചത് എവിടെയാ? അബുദാബി. ഓക്കെ, അബുദാബി ഏത് സ്കൂൾ? അബുദാബി ഇന്ത്യൻ സ്കൂൾ. ഓക്കെ, ഫ്രം മൈ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടിൽ 10th. ഓക്കെ, നൗ ഇത് ഏത് ഹോസ്റ്റലിൽ ഇരിക്കുമ്പോഴാണ് പഠിച്ചത്? ഇത് സെന്റ് മേരീസിൽ. കൂടുതൽ ഹിന്ദുസ് ആയിരുന്നു. ഞാൻ ഗീത വായിക്കുമായിരുന്നു അവരുടെ കൂട്ടത്തിൽ. ഈവൻ ദോ ഐ ഡിഡ്ന്റ് നോ പ്രോപ്പർ മലയാളം വായിക്കാൻ അറിയാം, പക്ഷേ ഇച്ചിരി ടൈം എടുക്കും. ഒരു പ്രയറിന് 10 minutes മുമ്പ് ഇരുന്നിട്ട് എല്ലാവരും കൂടെ മലയാളം പെട്ടെന്ന് വായിപ്പിച്ച് ഞാനിത് ചൊല്ലുമായിരുന്നു. ചൊല്ല്. ഐഗിരി നന്ദിനി നന്ദിത മേദിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനദേ ഗിരിവര വിന്ധ്യ ശിരോധിനി വാസിനി വിഷ്ണുവിലാസിനി ശൈലസുതേ. വെരി ഗുഡ്. വേറെ ഏതാ ശ്ലോകം അറിയാം? നിങ്ങൾ ചൊവ്വാഴ്ച പാടുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. പത്മാസനാദേവി സർവാലങ്കാരഭൂഷിത ശ്വേതാരഭരതരാം നിത്യ മഹാലക്ഷ്മി നമോസ്തുതേ. ഇത് അങ്ങനെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഒന്നുമില്ല ഇവിടെ, ഒന്നും ഇല്ലെന്നേ. അത് ആ ഹോസ്റ്റലിലായിരിക്കും, അങ്ങനെ ഇല്ല ഇവിടെ. ഓക്കെ, അത് ക്രിസ്ത്യൻ ഹോസ്റ്റൽ ആയതുകൊണ്ട് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ആക്കിയതാണ്. നെക്സ്റ്റ് പറ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇതേ പാട്ടൊന്ന് ക്രിസ്ത്യൻ സ്റ്റൈലിൽ ഒന്ന് പാടിയട്ടെ നീ. ഒന്ന് പാടി നോക്ക്, പറ്റും. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന ഒന്ന് അല്ല, ക്രിസ്ത്യൻ സോങ് ആയിട്ട് ഒന്ന് പാടി നോക്ക്, പറ്റുമെന്ന്. ഏതെങ്കിലും ക്രിസ്ത്യൻ സോങ് പാട്, അത് ഞാൻ എൻ്റെ കൂടെ ഇതങ്ങോട്ട് പാടിയാൽ മതി. എൻ്റെ കൂടെ ആദ്യം ഒരു ക്രിസ്ത്യൻ സോങ് പാട്. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഇത് ഏത് പാട്ട് പോലെയാ? ആരാധിക്കുമ്പോൾ വിടുതൽ, അതുപോലെ ആരാധിക്കുമ്പോൾ സൗഖ്യം. ഇനി അടുത്ത പാട്. അതാ പാടിക്കഴിഞ്ഞ അടുത്ത ലൈനിൽ പാട്. മോള് പാട്, ട്രൈ, യു ക്യാൻ ഡു ഇറ്റ് വെൽ, ഡു ഇറ്റ്. ആരാധിക്കുമ്പോൾ ഒന്ന് പാട്, അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ ഈ കൃഷ്ണനെ കുറിച്ച് പാടാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. കൃഷ്ണ കൃഷ്ണ. ഹിന്ദു രീതിയിലും ക്രിസ്ത്യൻ രീതിയിലും അത് പറയാൻ അത് നന്നായി. പിന്നെ ഹിന്ദുസിന്റെ അറിയാവുന്നത് കുറെ അറിയായിരുന്നു, കുറെ മറന്നുപോയി. ഒരു മാസം കൊണ്ട് ഞാൻ ചൊല്ലാറില്ല, അറിയത്തില്ല. സ്ഥിരം പാടുന്ന കുറെ ഉണ്ടായിരുന്നു. You have to see whenever there is something to be present to an audience, you are showing it to audience. Don't hide. And the person who is standing there should see that she is not hidden from the audience. Got it? Give space. This is very, very essential for any drama or anything which is on stage. Yeah. Whatever I say will be on in the sake of God. Whatever I say will be in the sake of God. Okay. Again, turn this side so that turn this side so that your back is not shown to the audience. Sideways. You just move a little bit. Yeah. So that they get sufficient space. Yeah. Alika. Well, sir. Your name is also, sir? What time? 10 o'clock. Louder. 10 o'clock. Yes. According to the postmortem report, the murder was done at 10:30 p.m. Okay. Then morning which time would come? Not which time. What time? What time would come? 6. Okay. Excuse me, sir. So just help them out, okay? Because I've told them all Yeah, the no problem. points. Leave I've it. just all told the points and they Leave it. Leave it. understand that. Don't worry. Your witness cross-examination is over. Yeah. Once that is over, you must make a statement and tell the judge, because of this, I argue that whatever point you want to make.
That is why you are calling the witness. Why are you calling the witness? You have to say whatever statement I put forth is right. Then this is a witness for that. So you are using the witness to establish your statement. So because of this, I argue that this happened from the. You don't argue with the judge. I submit. I submit that. With this, there is a murder, but the faces are not clear. So we can't. The faces are not clear. Objection, Your Honor. I'm going to say that this CD is forged and this CD is actually set up by the offender. I want to call upon the watchman so I can close examine it. In the CCTV, you can see the timing. You are the watchman here. You've been working for how many years? For 2 years. Where are you from? I'm from the neighbor place. Do you always stay awake till night, through night? Do you stay awake or do you sleep? We have shift two there. Two people. Mainly I am having night duty. Did you see anyone enter the building? So, as per the watchman said, I can say that there's no one entered the building, so I conclude that this is a suicide. But this sir, is this your uniform? No. Then what is your uniform? One white and one shirt. Your Honor, please check that video. You can see that a man with white shirt and white pant has entered that building. Yes, you are correct, but the face was not. I can clearly say that he killed that girl. The offender is the offender is threatening my the watchman so that he accepts this crime. This behavior cannot be allowed. So that's it. Do you want to say anything? By what time you leave the building? Morning 9 o'clock. In the evening. When will you come? By 6 o'clock. 6 o'clock. Sir, it's clear that the girl was seen dead at 10 o'clock. At that time, watchman was there. Did you have any scream from that room? Tell him he can play still. Even. ഒരാള് വാഷ്റൂമിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ബ്ലൈൻഡ് ആയിട്ടുണ്ട്.
ബ്ലൈൻഡിനെ വാഷ്റൂമൊക്കെ കൊണ്ടുപോയിട്ട് വന്നോ? ചെരുപ്പ് മുകളിലായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു വാഷ്റൂമൊക്കെ കൊണ്ടുപോയതാ ഇയാളെ. വെയിറ്റ് അത് അവന്റെ പണിയാ. സാറ് പോകുന്നതിന്റെ അതേ ഡിസ്റ്റൻസിൽ നമ്മളും അതേ സ്പീഡിൽ പയ്യെ പോകുന്നു. അപ്പൊ നമ്മളിപ്പോ എത്തും നമ്മളെ അതെങ്ങോട്ട് ഓഫീസ് റൂമോ? പിന്നെ ഗേറ്റ് ആവണ്ടല്ലേ? പിന്നെ ഗേറ്റ് കമ്പ്യൂട്ടറിലാകത്തെ ഫ്രണ്ടിലാണ്. കമ്പ്യൂട്ടറിലാകത്തെ ഫ്രണ്ടില്ല, അതിലെ പോകാനുള്ള വഴി ബ്ലോക്കാണ്. അപ്പൊ ഇങ്ങോട്ട് പോകും. അയ്യോ ചേച്ചി, മറ്റേ ഗുരു ഇങ്ങോട്ട് വാ.
back to hostel. Go back to our room. Go back to no conference hall. Go back to conference hall. Go back to conference hall. Conference hall like പോയിക്കണം പറ എല്ലാവരോടും. Back to conference hall. They made me touch touch all the objects. Then it was a very good experience. It was a very good experience to me, and thank you. Next. Namaste. Namaste. I had a very good experience as acting as a blind. Thanks to Gautam, because he took me to every places with utmost care. Many of my friends had two people as companions, but I had Gautam as a companion. But he gave me the care of two people. Since I didn't just fell down or I didn't just got any hurt, he took me with utmost care and we visited all the places around the school. I am studying here for the 14th year, and I think I showed Gautam many places known to me, though I was acting as blind. So it was a great experience. I suggest all of you, those who are companions, to be act as blind. That's a new experience. Thank you, Ananda. Next. Anybody who is not blind, who has guided somebody else, also could come and speak. Good evening, George. Good evening. I am Adya, and I am from Arinda. And first of all, I thank to Arya who took me over all the places, and I am thank to Janet Katie who gave me short. And now I am thanking to all my classmates who made me wander around all over the campus. Now I miss them, and it was a special experience to me. And when first Janet covered my eyes, I think that how Gandhari managed all over her life. Thank you. Somebody else who was blind first, yeah. You are blind? Yeah. Still blind or? Most of you are blind anyway. Good evening, everyone. Good evening. I'm Sriram. My pair was Vaibhav. You all know Vaibhav, how hyperactive he is. I was first scared to go with him, but then he actually really took care of me, and I showed him most of the ways. It was like all in Manchester, Papu jumps in, Vellam was sure, and I was like that, Vellam, and I was like jumping there. So it was a really good experience for me. I think everyone should help all the blind people over here. So I thank Vaibhav and Good. Other blind. Who else was that? You are blind. Come here. Good evening, everybody. Good evening. I'm Aditya V from this school. I'm acting as a blind. DHHG was my pair. She took care of me.
problems faced by the blind people. Good. Thank you. Good. Next. Yeah. Come fast. I don't have to call you. Don't make me to call. Good evening. Good evening. My pair was Ajithan and he took me over all places, and I like Ajithan very well because he took me in his hand when I was walking through these steps, and he took care of me very well, and I understood the pain of blind. Thank you. Anybody else? Hmm? I have decided to donate my eyes one side. Don't use the word one side eye. What is the word to be used? What is that word to be used? Hmm? After my death. Next, who want to? Yeah, you want to speak now? I had a nice experience doing this. I don't know how, like what Anusha told while you were walking. Anusha Didi. Anusha Didi. She is much more elder to you. Yeah. Respect elders. Learn that first. Yes, of course. Which you had very less. Okay, I do. She was also nice. She actually was recording. She was also nice means who was nice. Also to be used when you say something. Yeah, who are the other two? Priya ma'am was also nice. Both of them were actually observing what we were doing, and they actually were trying to check out whether we were doing the activity in the correct manner which you told us to do. And some places which I would like to, I'm not correcting anyone, but still. No need. I can't correct, I'm not the person. No need. Stop it. Don't make comments on somebody else. While walking, I guess I didn't guide Pavitra properly, because while getting down the stairs, I guess, okay, that's what I found, that I was bad at that. Because while getting down the stairs, while taking some of the steps, she was like, Chichi, inki kittanilla. It's my fault. Then quite Most of them told what we have also done. Most of them. Only two specific thing is that one is we give a pose to so she can take a photo, and when we reach the gate, he actually before reaching the gate there was one kind of so many stones were there. He said that is the safest. He thought I will see the steps, but he said he can go straight, and he was going to because of my photo only he go that way, because I said okay before I guided the way he decided, so it's my fault. Okay, good. Anybody else? Guiding experience, if somebody wanted to speak. Yeah. Once again, good evening. Good evening. My pair was Pavitra and Janji. Actually, I'm not such a very good guy. She was like saying what Pavitra said. It is like hearing a cookery show. She described all those things. Yes, there. it was like a cookery show. I have recorded version. Janji was explaining what all were. It is not cookery word, non-stop nonsense. Ask her, she could imagine every single thing. I know, it's very good. Nice to be there. I was just joking. It's really nice to say that, no? She was also explaining when I was taking video.
this much distance he is taking and he is walking back, and he is keep on shooting. All that she said. And if you go walk straight, what do you see? What is left? What is right? This is what a real blind person will expect. You're good. Yeah. So I didn't have to open my mouth up. Just at a few places when she had some steps, then a landing. That is the only place I had to speak up. Thank you so much. I was with Chachu in many sessions and I have seen many games, but this was the first experience which I had. While you people were guiding and they were walking their eyes closed, I was thinking that they might fall at some places, but you took care of them very well. I was behind you with my camera and I was capturing those funny moments and all those. It was a nice experience. Thanks, Chachu. Good evening. And when I have seen that you people are going to this gate, these blind people are going to this gate, I'm not at all bothered about it, because I'm sure that the people who were with you is able to take you very well. So of course when you're coming out, I was so much scared about it, but after that I come to know that you will be in a safe hand, so that the person who's guiding you is the best. That is what you are also thinking, isn't it? Yes. So that is the belief that you need. That is the faith that you have with your faith. Okay, thank you. And again, thanks to T.P. Shashikumar sir to give this experience. എൻ്റെ രക്ഷപ്പെടാനുള്ള മാർഗമാണെന്ന് മനസ്സിലായി. ഇനിയൊന്നും പറയില്ലല്ലേ കള്ളി. I've attended camps before with Anamika, and it was actually me who was blindfolded before, so I had the experience of being blindfolded. It's the first time that I'm guiding someone who was blindfolded. So I have no idea about how this place lays or where this is or that is. So I think Aditya guided me more than I guided her, because she had better sense of where a place was. And right before setting out, we actually talked about which place had the shortest distance, and then in that sequence. So it was pretty easy guiding Aditya, because I think she accepts instructions, or she listened to what I said better. And Anaga is also with me. Even Gauri would have been blind even if she opened her eyes. Correct? Yes or no? Yeah, yes. Even with open eye, she would have been totally blind. Why? Because she doesn't know left and right of the campus. She is also new to the campus. Yeah. Naturally. But she said, I know the campus. Once I have gone. Yeah, but it's okay. But you may not know the place names, library or maybe lab and maybe those names. And I saw her telling, why are you here in first floor? Why are you here in second floor? This is not the way to go. Why are you taking me to the upper air? I don't know where. Yeah. We should have gone on the ground floor. Why are you in the first floor veranda? I don't understand. Like that she was complaining. No, I don't have any idea where they are taking. Actually, she is the one who has to guide them to take where, right? Correct or not? They didn't They didn't listen to you because they know that you don't know. That's why I said. The only place I understand is the canteen. Yeah, she knows only canteen, nothing else. But she said, I know the whole campus. I am not. ഇവരെ കൊണ്ടുപോയില്ല, എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാൽ അധികം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ല ഇവിടേക്കാണെന്ന്. പിന്നെ അത് മാത്രല്ല, എവിടെയെങ്കിലും നടക്കുന്നതിന് മുമ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നടന്നവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത സ്ഥലം പറയാൻ തുടങ്ങുമ്പോൾ പറയുമ്പോ അടുത്ത സ്ഥലത്തെത്തി. ഇത് പറഞ്ഞു തീരണ്ടേ എപ്പോഴെങ്കിലും? മനസ്സിലായോ?
ഇപ്പൊ കാർ ഓടിക്കുമ്പോ ഇവിടെ ഗൈഡ് എഴുതിയായിരിക്കും ലെഫ്റ്റ് തിരിഞ്ഞു പറയുമ്പോ കാർ ആ ക്രോസ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെന്താ പറയണ്ട. ഉണ്ട് സ്ലോ കമ്മ്യൂണിക്കേറ്റർ ആയാൽ ഇത്തരം പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവർ തന്നെ എന്ത് ചെയ്തത്, കാണുന്നിടത്തൊക്കെ കൊണ്ടുപോയി ഏതായാലും നടത്തിച്ചാളെ ഫ്രീ ആയിട്ട് കിട്ടിയൊരു സാധനമാണ് അല്ലേ. വെരി ഗുഡ്. Actually, I am so scared than Gauri. She is so cool and walking. Then because you had two people, two soldiers on both sides. Okay. That's it. Okay, good. I am Anakha. I was also അതെപ്പോ മുതല്? ഇന്നലെ വേറെന്തോ പേര് പറഞ്ഞില്ലേ നീ? എൻ്റെ അടുത്ത് റെക്കോർഡ് ചെയ്തത്. ഇന്നലെ വേറെന്തോ പേരാ പറഞ്ഞത്. ഫുൾ പേര് പറ. ആ അതാണ്. എന്താ പറഞ്ഞത്? ബി അനക. ഞാൻ വിചാരിച്ചത് അനഗാ ബി എന്ന് പറഞ്ഞ എന്തോ ഒരു മുസ്ലിമിന്റെ പേരാന്ന്. അനഗാ ബി അല്ലേ? ബി ബി എന്നുണ്ടോ വെറും ബി എന്ന് മാത്രമേ ഉള്ളൂ? I was also guiding her. She was very afraid when she was very afraid when climbing the stairs. We both lift her. First we went to the main gate, then to the vehicle parking area, then from the office room, then computer lab, then we went upstairs, principal's room, then from that downstairs. First we have gone to canteen. Canteen. Then when we went to the primary room, you said Come back. Okay, good. My name is Vaibhav. My pair was Priya. And I was the guide. And he knows the way. He knows all the way of the school. So we were in a fast manner. We covered every place, etc. Okay, right. Good evening. My partner was Vishnu. He was familiar with the school, so it was very easy for me to guide him. Where are you from? I'm from Trivandrum. Okay. He guided you or you guided him? I guided him. He knew all the ways. Yeah, I think he guided me. Okay. Yeah, he was very cold with the stairs. He was like, no, don't do it. Go here, there. And I was like, where? So it was very fun. And I think this is the best game I played here when I came to this camp. I'm glad I chose him as my partner. Good. Thanks. Next. I'm Ajay and my pair was Siddharth, and it was a wonderful experience that we go together, and he showed me so many shortcuts to go there. And അല്ലെങ്കിൽ അവൻ അറിയണതാ ഷോർട്ട് കട്ടേ അറിയുള്ളൂ അവന്. ലോങ് കട്ട് അറിയില്ല അവന്. and we finished it very fast because of him. He showed me fast. Okay. Then Good evening. Good evening. I'm Anandu. My pair was Vignesh Chetan. I had a nice experience with him. He scolded each and every time for bullying him because from starting onwards I was in a rush to complete all the places and to come back fast. But he was a little bit slow as he was afraid that he will hit on the rope or the steps and he may fall down. And now I understood the suffer of a blind person without the help
of a person. Good. Good evening. Good evening. More now. Good evening. Good evening. Okay. My prayer was Sai Jagan. He helped me in every way. When I am going to fall down, he take me up. And we go to canteen. And we can't complete every places because as a rain is coming, go to hall. ആകെ ക്യാൻറ്റീനിൽ പോയപ്പോൾ തന്നെ എനിക്ക് തിരിച്ചു വന്നു. വളരെ എളുപ്പമായി. Canteen, gym, main gate, parking area, principal's office, physics. Okay, good. And I thank you, B.B. Shashikumar sir, for arranging this like a game for us. Okay. It was the first experience. Good. Good evening. Good evening. My prayer was